ഭൂമിയുടെ ഉപരിതലത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഭൗമനിരീക്ഷണ കേന്ദ്രം വാർത്താമാധ്യമങ്ങളെ അറിയിച്ചു. മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും താപനില മാറ്റവും 2 ആഴ്ചത്തേക്ക് ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊരു കാരണവശാലും ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്നും, എന്നാൽ വാർത്താവിനിമയ സംവിധാനങ്ങളിലും ടെലിവിഷൻ, റേഡിയോ പ്രക്ഷേപണങ്ങളിലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാമെന്നും ഭൗമനിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ലോകം കാത്തിരിക്കുന്ന പ്ലാനറ്റോറിയൽ പരേഡ് ഇനിയുള്ള 15 ദിവസങ്ങൾക്കുള്ളിൽ എന്നു വേണമെങ്കിലും സംഭവിക്കാവുന്നതുമാണ്. ആകാശത്തുണ്ടാകുന്ന മാറ്റങ്ങളും ശബ്ദങ്ങളും കേട്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട എന്നും അറിയിച്ചിട്ടുണ്ട്. ആ വന്നോ? അമ്മ, വൈകിട്ട് ഞാൻ എന്തൊരു ലേറ്റ് ആവുമെന്ന് പറഞ്ഞില്ലേ? ചിലപ്പോൾ അത് വെളുപ്പിന് 6 മണിയാവും കേട്ടോ. പിന്നെ വൈകിട്ട് 6 മണിക്ക് വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മുഖം നീട്ടാൻ നിൽക്കല്ലേ. എന്നിട്ടേ നമുക്ക് അമ്മാൻ്റെ വീട്ടിൽ വരെ പോകാം കേട്ടോ. ഞാൻ ജേഷനോട് ഏട്ടന് വണ്ടി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ മുനിയാട്ടിലേക്ക് പോയിട്ട് കാര്യം? പഞ്ചമി നാളിൽ മുനിയാട്ടിലേക്ക് ആണുങ്ങൾ ആരും പോകാറില്ല എന്നറിയില്ലേ? ആ ശാപം മായ്ക്കാൻ ഇന്നാട്ടിലെ കുട്ടികളുടെ ചോരയല്ല പ്രതിവിധി. ഇനിയുള്ള കുറച്ചു കാലം കാവുമ്പാവത്തെ അമ്മമാരുടെ നെഞ്ചിൽ തീയാണ്. കണ്ട ആഗ്രഹം തീരും മുമ്പേ അവരുടെ ആൺകുട്ടികളെ പേരുവും വന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള പേടി. കാവുംഭാഗത്തെ അമ്മമാർക്കോ അതോ ഈ കുടുംബത്തിലെ അമ്മമാർക്കാണോ പേടി? രാത്രിയിൽ ഓരോന്നും കണ്ട് പേടിച്ച് ജയേഷനോട് അച്ഛൻ പറഞ്ഞെന്തെന്നറിയോ? ഗുഹാവിട്ട് കഴിയുന്ന ദേവഗണങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ മനുഷ്യന്മാരെ തിരയുന്ന നാളുകളത്രേ ഇനിയുള്ള 17 ദിവസങ്ങൾ. ആരെ? പഞ്ചമി നാളിൽ ജനിച്ച വൈശാഖനെ. അന്ന് രാത്രി പഞ്ചഭൂതങ്ങളുടെ കാവൽക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനും ജയേഷും കതിരേറ്റാൻമല കയറി എന്തൊക്കെയോ ചെയ്താലേ നാടിൻ്റെ ശാപം മാറുമെന്നും ഈ നാട് രക്ഷപ്പെടുമെന്നും പറഞ്ഞു. ഞാൻ ഇന്നുവരെ കാണാത്ത ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കണ്ടത്. കാണേണ്ടി വരും. നീ അറിഞ്ഞതും കേട്ടതും ഒക്കെ നേരാ. ശാപം കിട്ടി മണ്ണാ മുനിയാട്. ആ ശാപം മാറണമെങ്കിൽ അത് വരുത്തി വെച്ച ഒരാൾ തലമുറക്കാർ തന്നെ ബലി കൊടുക്കണം. അതത്ര നിസ്സാര കാര്യമല്ല, എളുപ്പം ചെന്നെത്താവുന്ന സ്ഥലവുമല്ല. അമ്മ ഈ പറയുന്ന സ്ഥലം കതിരേറ്റമലയല്ലേ? മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തശ്ശിയുടെ ചെറുപ്പത്തിൽ അവിടെ നരബലിയോ അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. ദൈവിക കർമ്മങ്ങളിൽ നാടിന് തുണയാകേണ്ടവർ കർമ്മങ്ങൾക്ക് പകരം പണത്തിന് മൂല്യം കണ്ടപ്പോൾ മന്ത്രങ്ങൾ തെറ്റി, കണക്കുകൾ പിഴച്ചു. ദൈവികമായി കിട്ടിയതിനെ തീയിലെറിഞ്ഞിരിച്ചു. പകരം കഠിനമായ തപസ്സും അധമതന്ത്രങ്ങളും പയറ്റി കറുപ്പണിഞ്ഞു. ബലി കൊടുത്ത ചുവന്ന കൈവെള്ളയിൽ വീണ്ടും ശക്തി തിരികെ വന്നു. ദൈവിക സിദ്ധിയല്ല, അസുരസിദ്ധി. പണ്ട് മുനിയാടും കാവും ഭാഗവും പച്ചോനിപ്പുഴയുമെല്ലാം ഒരു വലിയ ഗ്രാമമായിരുന്നു. നാടും നാട്ടാരും മന്ത്രതന്ത്ര വിദ്യകൾ അഭ്യസിക്കാനെത്തുന്ന സന്യാസിമാരുമൊക്കെ ഒന്നുപോലെ വസിച്ച ഒരു വലിയ ഗ്രാമം. അതിൻ്റെ പേര് അന്ന് കൈലാസഗിരി എന്നായിരുന്നു. അന്നാട്ടിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ളം.
ഇവിടെ കുടിവെള്ളം പ്രശ്നം ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. വൃദ്ധരായവർക്കും സ്ത്രീകൾക്കുമൊക്കെ വളരെയധികം ക്ലേശങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആയതിനാൽ ആലോചനയിലുള്ള തടയണ നമുക്ക് പണിയാം. തടയണയുടെ സുരക്ഷ ഇരുവശത്തുമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഈ തടയണയുടെ ഈ ഭാഗം കാവും ഭാഗമെന്നും മറുഭാഗം കതിരേറ്റൻമല എന്നും അറിയപ്പെടട്ടെ. ഈ വരുന്ന പഞ്ചമി നാളിൽ മഹാമാന്ത്രിക മത്സരം നടത്തപ്പെടും. വിജയിയായ വ്യക്തിയെ ഗ്രാമാധികാരിയായി നിയമിക്കുകയും ചെയ്യും. പഞ്ചമി നാളിലെ മത്സരത്തിൽ ആരാണ് ജയിക്കുക എന്നത് അധികാരിക്ക് നന്നായി തന്നെ അറിയാം. എനിക്ക് ശേഷം അമ്പലത്തിന്റെ പൂർണ്ണാധികാരി അയാളായിരിക്കും. മണികണ്ഠ മഹർഷി ഇപ്പോഴത്തെ അധികാരിയായിരിക്കെ ഈ നാടിന്റെ അടുത്ത കർമാധികാരി അവൻ മാത്രമായിരിക്കും. ഇന്നാട്ടിൽ കർമാധികാരിയാകുവാൻ ഇത്രത്തോളം ആളുകൾ ഉള്ളപ്പോൾ വേറെ ആരാവാനാണ്? സൈതമൻ, ചെന്തിരൂർ നാട്ടിലെ സൈതമൻ. സൈതമ, നീ എന്തിനു മടിക്കണം? ഈ നാടിന്റെ അധികാരിയാകാൻ ഇന്ന് എന്തുകൊണ്ടും യോഗ്യൻ നീ ഒരാൾ മാത്രമാണ്. ഗുരു, പക്ഷെ ആ സത്യം ഈ നാടറിയാൻ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. മാന്ത്രിക മത്സരം എന്ന നാടകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇന്നിവിടെ ആർക്കും അറിയില്ല. അതാരും അറിയുവാനും പാടില്ല. മാന്ത്രിക മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ വച്ചോനിപ്പുഴ മുങ്ങുമ്പോൾ തന്നെ സൈതമനെ വകവരുത്തണം. എന്നാ ചരക്കച്ചവടമായിരിക്കൂലേ? അതുമല്ലാതെ എന്നാ വണ്ടി കച്ചവടത്തിനായിരിക്കും. ഇനി നിധി തീരെ എങ്ങനെ വന്നാണോ? ഇതെന്താ എങ്ങനെ? ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടാണ് പുറത്തുനിന്ന് ആൾക്കാർ ഈ നാട്ടിലേക്ക് വരുന്നത്. ഞങ്ങളിവിടെ ഉള്ളവർ തന്നെ ഏട്ടാ, കാവുംഭാഗത്തെ. ഓ, അതാ ഇവിടെ ഇങ്ങനെ കാണാത്തെ. എന്തായാലും നിങ്ങൾ വെറുതെ വന്നതല്ല, കൊല്ലം കുറെ ആയില്ലേ. ഞാൻ കറുത്ത് കിടന്ന് വരുന്നവർക്ക് ചായ കൊടുക്കുന്നു. ഇനി നിധി എടുക്കാൻ വന്നതാണെങ്കിൽ അതെടുക്കാൻ അവറ്റകൾ നിങ്ങളെ സമ്മതിക്കില്ല. പട്ടികളാണ്, ദുഷിച്ച ചെന്നായികള്. ഒരു 6-7 മാസം മുന്നേ കുറച്ച് സായിപ്പുമാരിവിടെ വന്നു. പണ്ടങ്ങ് ഒരു ഉൽക്ക വീണെന്നോ അത് പഠിക്കാനോ പറ്റോ, അങ്ങോട്ട് പോയത് എന്റെ കൺമുന്നിൽ നിന്നാണ്. എന്നിട്ട് അവര് എത്തുപോയി. ഇതിവിടെ പരുവാ, ഇതൊന്നും അറിഞ്ഞിട്ടല്ലേ വരവ്. അല്ല, അത് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നേട്ടാ. അതിൻ്റെ കൂടെ ഇവിടുത്തെ കാവലും നേർത്തൊഴണം. അനിയ വെളച്ചെടുക്കാതെ തൊഴാൻ പോയിട്ട് കാട് പിടിച്ചെടുക്കണ അമ്പലത്തിന്റെ ചുറ്റുമതിൽ കിടക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാവ് തൊഴാൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾ കാണാൻ വന്ന കൂട്ടുകാരൻ മറ്റേ കക്ഷി ആയിരിക്കൂലേ? ഏത് മറ്റേ കക്ഷി? അല്ലാണ്ട് ആരാ? വെളച്ചെടുക്കാതെ വിട്ടോ പിള്ളേരെ. ഇപ്പൊ വിട്ട ഇരുട്ട് മുന്നേ വീട്ടിലെത്താം. ഇനി എന്താ ചെയ്യുക? വാ നോക്കാം. ചേട്ടാ,
ചേട്ടൻ കുറച്ചു മുമ്പ് ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ആരായിരുന്നു? ഇതൊരു നടക്ക് പോകില്ലല്ലേ? ബാലൻസ് ചേട്ടൻ തരണ്ട, ചേട്ടൻ ആളെ പറ. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ശരിയായില്ലേ? ഇനി എന്തൊക്കെ സംഭവിക്കുമോ? വണ്ടി കൊണ്ടുവന്ന് കടവത്തിട്ടത് വളരെ മോശമായി പോയി വൈശാഖ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, പോയി വണ്ടി എടുത്തിട്ട് വാ, ഞാൻ പോയി പുള്ളിനെ കണ്ടിട്ട് വരാം. അതെ, ഒന്ന് നിന്നേ, ഇത് പിടിച്ചേ. എന്തേ? നിന്റെ വേല കയ്യിലിരിക്കട്ടെ മോനെ വൈശാഖ. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് പോകാനാണെങ്കിൽ ഒരുമിച്ച്, നിൽക്കാനാണെങ്കിൽ ഒരുമിച്ച്. ആ തിരുവാ കുറച്ചേരം അടച്ചു വെക്കാൻ പറ്റുമോ? പറഞ്ഞ പോലെ ആ പടയുടെ പേരെന്താ പോലും? അങ്ങനെ പേരെന്തുവാ? ഡാ ഡാ, നിന്നോടെ ചോദിക്കുന്നത്. നോം തിരുവ പൂട്ടിയിരിക്കുകയാണ്. ആ, ഇതാ നിന്റെ കുഴപ്പം. എന്ത്? അനവസരത്തിലെ ആണിയടി. അങ്ങേരുടെ പേര് മധുകാന്തൻ. ഓ, എന്തൊരു പേരല്ലേ, കേൾക്കുമ്പോ തന്നെ എന്താ പോലെ. എന്തുപോലെ? ആരാടാ അത്? ആരാത്? ദാസരും ബഷീരും. എന്റെ പേര് കേട്ടപ്പോ എന്താ തോന്നിയേ? അത് പറയാ. മധുകാന്തൻ തിരുമേനി. ആ, അത് തന്നെ സാധനം. ഇത് ആരാ? എന്നെ അന്വേഷിച്ച് ഇവിടെ വരാൻ സാധാരണക്കാരല്ല, അതും ഈ അസമയത്ത്, ഈ കരിങ്കാലത്ത്. കരിങ്കാലത്തോ? പിന്നല്ലാണ്ട് ചെതയില് കിടക്കണ ആത്മാക്കള് പോലും വെളിയിലിറങ്ങാൻ മടിക്കുന്ന സമയ. ചിതയില് കിടക്കണ ആത്മാക്കള് വെളിയിലിറങ്ങാൻ ഭയക്കും, പക്ഷേ മേധിയെടുത്തില്ലത്തെ അവസാന സന്തതി ഭയക്കില്ല. തൻ്റെ അമ്മ പറഞ്ഞതും കടയിലെ തോമസേട്ടൻ പറഞ്ഞതും ഒക്കെ നേരാ. നമ്മുടെ നാടിനൊരു ശാപമുണ്ട്. ഒന്നല്ല, 2 ശാപം. ഒന്ന് നരകിച്ച് മരിക്കപ്പെട്ട കുറെ നിരപരാധികളുടെയും, പിന്നെ ഒരു കുരുന്ന് ബാലികയുടെയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൈതേയി കുഞ്ഞിന്റെ കഥ. മഴയും മാനവും നോക്കി വിത്തെറിഞ്ഞിട്ടും ഒരു കതിര് പോലും കിളിർക്കാതെ വന്നപ്പോ നാട്ടുകാര് പ്രശ്നം വെച്ചു. പണ്ടങ്ങാണ്ട് വെള്ളം മുങ്ങി മരിച്ച 11 പേരുടെയും തീയിൽ വെന്ത് മരിച്ച 6 പേരുടെയും ശാപം മാറാണ്ട് നാട് രക്ഷപ്പെടില്ല എന്ന്. ശാപം മാറ്റാൻ കാവിലെ ഭഗവതിക്ക് തെയ്യം നേർന്നു അന്നാട്ടിലെ മുഖ്യ കോലധാരിയും പ്രഥമസ്ഥാനീയനുമായിരുന്ന നാരായണൻ. നാരായണൻ നാടിന്റെ എല്ലാമായിരുന്നു. നാരായണന്റെ കൈതേയി കുഞ്ഞും. പ്രശ്നമാണ് നാരായണ. നാടിന്റെ മുഖ്യകോലധാരി തെയ്യം തുള്ളി വീണാലും ശാപം മാറില്ലത്രേ. അതിനെന്താ ചെയ്യാ? അത് പറയ തിരുമേനി. ദേവി കനിയണമെന്നാ കാണിക്കുന്നേ. അതിനെന്താ പ്രതിവിധി എന്ന് വെച്ചാ പറയാ. 11 വയസ്സാണ് നമ്മുടെ കാവിലിരിക്കുന്ന ഇളമ്പറന്തയുടെ പ്രായം. അതേ വയസ്സിൽ ഒരു കുരുന്നിനെ. പഴയതെല്ലാം ആവർത്തിക്കുകയാണല്ലോ തിരുമേനി.
പാടില്ല. ഒരിക്കൽ കൂടി പിഴച്ചാൽ അനർത്ഥങ്ങളുടെ പരമ്പരയായിരിക്കും നടക്കുക. നാടിന്റെ ശാപം മാറാൻ കൂടിയിരിക്കേണ്ടത് കോലധാരിയുടെ മകളായ ദേവി കന്നിമോ തിരുമേനി. അച്ഛാ, ഞാൻ എന്റെ സംശയം മാറാഞ്ഞതല്ല. എനിക്ക് ദേവിയാൽ കിട്ടിയ വെളിപാട് ചൊല്ലിയതാണ്. തിരുമേനി, ഇന്നേക്ക് 101 നാൾ കൈലാസഗിരിയിലെ മുഖ്യ കോലധാരി നാരായണിന്റെ ഏകപുത്രി കൈതയി നാടിന്റെ കാവലാളായി സ്ഥാനമേൽക്കും. ഇത് പറയുന്നത് നാരായണന്റെ മകളാണ്. നാരായണന്റെ കൈതയി. കതിർവേഴും കതിരേത്തൻ മലവാഴും തങ്കത്തിനുടയോലെ കണ്ണേ, കൈലാസ പൊന്മുടിയിൽ നീ കാക്കും പടവാലിൽ ശിൽക്കാരം കേൾക്കുന്നേ നമ്മേ. കൈതേയി പെണ്ണാലേ ഈ നാടിനുടയോലേ, കൈതേയി പെണ്ണാലേ ഈ നാടിനുദയോലേ. അല്ല, അപ്പൊ ആ കുട്ടിയാണല്ലേ ഇവിടുത്തെ കാവിലമ്മ? ആ കുട്ടിയാണ് ദേവി ആകേണ്ടിയിരുന്നത്. പക്ഷേ ദേവിയാകാനിരുന്ന കൊല്ലം കൈതയുടെ അച്ഛൻ നാരായണൻ മരണപ്പെട്ടു. എങ്ങനെ? അതൊരു കെട്ടുകഥയാ. പണ്ട് ഭൂമിയിൽ വീണുപോയ ഒരു പുഷ്യരാഗം. എന്തേ? ആ കല്ലിനൊരു ഏറിവിന് കിട്ടിയതാ, അതുകൊണ്ടിരുന്നു പറയുന്നതാ. തിരുമേനി, എന്താ വേണ്ടത്? എവിടെ നിന്നാ തുടങ്ങേണ്ടത്? മായരൂപം പറഞ്ഞനുസരിച്ച് നിങ്ങളുടെ ഈ മലമുകളിലെത്താൻ തന്നെ വേണം 2 ദിവസം. വഴി നിറയെ തടസ്സങ്ങൾ. വൈശാഖ, താൻ പറയാ, എന്താണ് സത്യം? എന്താണ് ഇവിടെ നടക്കുന്നത്? കുറച്ചധികം ദിവസങ്ങളായി കാണും താൻ ഇതിന്റെ പുറകെ. ഞാൻ ഇത്രയും നാൾ ഓർത്തുകൊണ്ടിരുന്ന ലോകത്തെ ഏറ്റവും വലിയ കെട്ടുകഥവരൻ എൻ്റെ അച്ഛനാണെന്നാ. പക്ഷെ അതെൻ്റെ അച്ഛൻ്റെ കുഴപ്പമല്ല, ഈ നാടിൻ്റെ കുഴപ്പമാണ്. പ്ലാനറ്റ് പരേഡ്. ഇനി നടക്കാൻ പോകുന്ന ഈ ഘോരകാന്തിക സംഭവം തികച്ചും ശാസ്ത്രീയമായ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ തിരുമേനി, എനിക്ക് ഉത്തരം കിട്ടേണ്ടത് എനിക്ക് മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മായക്കാഴ്ചകളെ കുറിച്ചാണ്. ജീസസ് ക്രൈസ്റ്റിന്റെ ജന്മലക്ഷ്യം എന്താണെന്നറിയോ? ഭഗവാൻ കൃഷ്ണന്റെ നബി ജനിച്ചത്. എല്ലാവർക്കും ഓരോ ജന്മലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെതായ നേരത്ത് അതെല്ലാം ഉരുത്തിരിഞ്ഞു വരും. ശാസ്ത്രവും സമൂഹവും ഒക്കെ തോറ്റുപോകുന്നത് അതിന്റെ മുന്നിൽ മാത്രമാണ്. അതാണ് വിധി. കണ്ടില്ലേ, ഇത്തരത്തിലൊരു പ്രതിഭാസം നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് മുന്നേ ജീവിച്ചിരുന്നവർ 17 വർഷത്തിൽ ഒരിക്കൽ കണ്ടിരുന്ന ഈ മായക്കാഴ്ച ഇപ്പോൾ 34 കൊല്ലത്തിൽ ഒരിക്കലേ കാണും. ഭാഗ്യമുള്ളവർക്ക് ഒരു മനുഷ്യായുസിൽ 3 തവണ ഇത് കാണാം. ഘോരകാന്തിക സംഭവ സമയത്ത് ഭൂമിയിലെ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലാണ്ടാവും. മേ ബി ഫോർ എ മിനിറ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് 40 സെക്കൻഡ്സ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം അങ്ങ് ഇല്ലാണ്ടാവും. മറ്റു ഗ്രഹങ്ങളുടെ ഫോഴ്സ് മൂലമാകാം ഇത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാടിരിക്കുന്ന ജോഗ്രഫിക്കൽ സോൺ 1987 മുതൽ ഒരു സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഇങ്ങനെയുള്ള സോണുകളിൽ റേഡിയോ ആക്റ്റീവ് വൈബ്രേഷൻസ് കൂടുതലാണ്. സംതിങ് ലൈക്ക്
Somebody wants to connect with us. നിങ്ങൾ ഈ ലോകത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മത്സരിക്കാതെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ എന്തിനും പറയാവോ? വഴി കാണിച്ചു തരുന്ന ജോലിയെ തിരുമേനിക്കുള്ളൂ. യാത്ര ചെയ്യേണ്ടത് നമ്മൾ രണ്ടും തന്നെയാണ് ജയേഷ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറയാനേ കഴിയൂ. കാര്യങ്ങളെല്ലാം വ്യക്തമായി വരും. ശാസ്ത്രം ഉരുത്തിരിഞ്ഞു വന്നത് നമ്മൾ ഇന്ന് വിശ്വസിക്കാത്ത പല കാര്യങ്ങളിലൂടെയുമാണ്. എന്ന് വെച്ച് അവയൊന്നും ഇല്ലാണ്ടാകണമെന്നില്ല. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ ഘോരകാന്തിക സംഭവ സമയത്ത് കതിരേറ്റാൻ മല കയറാൻ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല. വൈശാഖ, ഇത് തൻ്റെ ജന്മനിയോഗമാണെന്ന് കൂട്ടിക്കോളൂ. പഞ്ചമി നാളിൽ ജനിച്ച ഒരേ രക്തബന്ധത്തിലെ 2 പേരുണ്ടെങ്കിൽ മാത്രമേ മല കയറി ദേവിയുടെ പക്കലെത്താൻ കഴിയുകയുള്ളൂ. അതിൽ ജനിച്ചത് വളരെ കുറച്ചു പേരും. പിന്നെ ഇനി ആ നാളിൽ ജനിച്ച എല്ലാവർക്കും ആ നിയോഗം വരണമെന്നില്ല. കാട് കടന്ന് പുഴ കടന്ന് എല്ലാം തരണം ചെയ്ത് ഈ സമയത്ത് അമ്പലത്തിലെത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. പിന്നെ ഞാനൊരു നിമിത്തമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന വഴി പറഞ്ഞു തരാനുള്ള ഒരു സൂചിക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ കൂടെ ഉണ്ടെന്ന്. അതാരാ? ദുർമന്ത്രവാദി മണികർണൻ. പണ്ട് കൈലാസഗിരി ആയിരുന്നപ്പോൾ നാടിന്റെ കാവലാളാകാൻ ഒരു മത്സരം വെച്ചതും അതിൽ തോൽക്കാതിരിക്കാൻ സൈതവൻ എന്നൊരു മഹർഷിയെ ചതിച്ചു കൊന്നതുമായിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടോ? അമ്മ പറഞ്ഞിട്ടുണ്ട്. അന്ന് മഹർഷിയെ ചതിച്ചു കൊന്നവരുടെ ശിഷ്യപാരമ്പര്യത്തിൽപ്പെട്ടവരാണ് മണികർണനും കൂട്ടരും. നിങ്ങൾ കേട്ട കഥകളൊന്നും വെറും കഥകളല്ല. ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ട ആ കഥകൾ തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആ കഥകളൊക്കെ തന്നെയാണ് ഈ നാടിന്റെ ആത്മാവും. മഹർഷിയെ ചതിച്ചു കീഴ്പ്പെടുത്തിയ അതേ യുവാവിന്റെ പിൻതലമുറക്കാരിൽ ഒരാൾ പിന്നീട് 17 കന്യകമാരെ ബലി കൊടുക്കുവാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ചവളെ തീയിലിട്ടിരിച്ചു. ശാപം പേറി കുലം മുടിഞ്ഞെങ്കിലും തന്റെ അധമ തന്ത്രങ്ങൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്തിരുന്നു തന്ത്രി. അന്ന് അയാൾ അവനോടൊരു വാക്കും ചോദിച്ചു വാങ്ങി. ഈ മരണമടയും മുമ്പ് ഈ വിദ്യകൾ നിന്നോളം പോന്ന ഒരുവനിലേക്ക് കൈമാറും. 17 ഘോരകാന്തിക വർഷങ്ങൾ കഴിയും വരെ അതിൽ 17ാം വർഷം ഇതേ കർമ്മങ്ങൾ എൻ്റെ ഹോമകുണ്ടത്തിൽ എരിഞ്ഞെന്നാൽ എനിക്ക് തിരികെ എത്താൻ കഴിയും. എൻ്റെ ശക്തിയിൽ ഞാൻ ഈ നാടിൻ്റെ കാവലാളാകും. അതിനുള്ളിലെ ശക്തി എന്നിൽ വന്നു ചേരും. അന്നു കൊടുത്ത ആ വാക്ക് പാലിക്കാൻ ആ ശിഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ പ്രയത്നിച്ചു. മരണത്തിനു മുൻപ് അവൻ്റെ ഗുരു അവനോട് അരുളിപ്പറഞ്ഞ വാക്കുകൾ അവൻ അവൻ്റെ ശിഷ്യനോട് പറഞ്ഞു. ആ ശിഷ്യന്മാരത് പിന്തുടർന്നു. അത് പിന്തുടർന്ന് വന്ന അവസാന ശിഷ്യൻ അവനുമുണ്ടാകും ആ കൊടും കാടിനുള്ളിൽ. താഴെ കാവിൽ വിളക്ക് തെളിഞ്ഞു കഴിഞ്ഞ് മല കയറാൻ തുടങ്ങാം. അനർത്ഥങ്ങൾ നിറയെയുള്ള വഴിയാണ്. വിഷപ്പാമ്പുകൾ മുതൽ കരിമ്പുലി വരെയുള്ള കാട്. യക്ഷി മുതൽ ചാത്തന്മാർ വരെ സഞ്ചരിക്കുന്ന കാട്. പക്ഷേ അതിനൊക്കെ മുകളിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ അവൻ തയ്യാറായി നിൽപ്പുണ്ടാകും. ഏഴു കടമ്പകളാണ് കടക്കേണ്ടത്. 1ഉം 2ഉം ഒക്കെ എളുപ്പമാണ്, കാൽനടയാണ്. അതുകൊണ്ട് തന്നെ ക്ഷുദ്രജീവികളെ ഭയപ്പെടണം. കാവ് കഴിഞ്ഞ് 4 നാഴിക കഴിഞ്ഞാൽ ജഡനിശ്ചലമായ ഒരു നദി കാണും. വൈശാഖ, ഇനി എനിക്കൊരു അടി മുമ്പോട്ട് നടക്കാൻ വയ്യടാ.
മധുകാന്തം പറഞ്ഞ ജഡനിശ്ചലമായ നദി. കാടും മേതും കാവും ചുറ്റി വാ 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 നീ വാ, കണ്ണിൽ മിന്നും മിന്നാ പൊന്നായി കാണാ താരം താ. ജഡനിശ്ചലമായ ആ നദിയിൽ ഒരു തോണിയും ഉണ്ടാകും. ഇവിടെ എവിടെയോ വൈശാഖ വള്ളം? ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നദിയുടെ അക്കരെയാണ് പഴുക്കാക്കുളമുള്ളത്. ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പഴുക്ക. പക്ഷേ അത് നിൽക്കുന്ന ഉയരം നമ്മളെ കൊണ്ടാകില്ല. പിന്നെന്താ ചെയ്യുക? അതിനവിടെ ഒരാളുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഈ നിധി തേടി പോകുന്നവരും അമ്പലം കാണാൻ പോകുന്നവരുമൊക്കെ തിരിച്ചു വന്നിട്ടില്ല എന്ന് ആരേലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവരൊക്കെ ഈ കടവിനപ്പുറം പോയിട്ടില്ല. ആ കടവ് കണ്ടതിന് ശേഷം തിരിച്ചെത്തിയിട്ടുമില്ല. അതെന്താ? അതിനു കാരണം അവിടെ ഉള്ള ആള് തന്നെയാ. വള്ളത്തിൽ കയറി കരയെടുക്കാറാകുമ്പോ ഒരു തണുത്ത കാറ്റ് നിങ്ങളെ പൊതിയും. ഒരു പ്രത്യേക തരം മണവും ഉണ്ടാവും. ഒരു തരം പാലപ്പൂവിന്റെ. വള്ളമൊതുക്കി മുന്നോട്ടെത്തുമ്പോൾ ഒരു നടവഴിയുണ്ട്. അധികം സഞ്ചാരമില്ലാത്തത് കൊണ്ട് തെളിഞ്ഞ വഴിയൊന്നും ആകില്ല. അതിനാൽ തന്നെ വടക്കോട്ട് ദിക്ക് നോക്കി നടക്കാം. വഴി നിറയെ പഴുക്കാമരങ്ങൾ ഉണ്ടാകും. നിലം നിറയെ പഴുക്കയും. ഒരിക്കലും താഴെ വീണ പഴുക്ക പെറുക്കരുത്. നിങ്ങൾ പൂർണ്ണമായി കരതൊട്ടു എന്ന അറിവാകുമ്പോൾ ആളെത്തും. അതാരാണെന്ന് പറയൂ തിരുമേനി. അന്ന് കൈലാസഗിരിയിലെ കലാപത്തിൽ തകർക്കപ്പെട്ട ആ അമ്പലത്തിലെ ഓരോ പ്രതിഷ്ഠയും പിൽക്കാലത്തിൽ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലായി കുടിയിരുത്തപ്പെട്ടു. ദേവന്മാരും ദേവതകളും സമാധാനത്തിൽ പ്രതിഷ്ഠകളായി. അതിൽ കണ്ണു വെട്ടിച്ച് ഒരാൾ മാത്രം ആ വനത്തിൽ നിലകൊണ്ടു. ദേവയാനി, രക്തയക്ഷി ദേവയാനി